നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷത്തോളം രൂപയും നഷ്ടപ്പെട്ടു. പോലീസ് അന്വേഷണം ഊർജിതം. ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷനും വിദ്യാർത്ഥികൾക്ക് താമസ സൌകര്യവും ഒരുക്കിക്കൊടുക്കുന്നതിന്റെ മറവിൽ വൻ രാസലഹരി വിപണനം നടത്തിവന്നിരുന്ന യുവാവിനെ റൂറൽ ജില്ലാ പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. മണലൂർ അയ്യപ്പൻകാവ് ദേശത്ത് മേനൂത്തുപറമ്പിൽ വീട്ടിൽ ശ്രീജിലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും അന്തിക്കാട് പോലീസും ചേർന്ന് പിടികൂടിയത്. പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. പ്രതിക്ക് 5 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ തമിഴ്നാട് രാമനാഥപുരം സ്വദേശി മനവയൽ ഗണേശനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് S. ലീഷ ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷത്തോളം രൂപയും നഷ്ടപ്പെട്ടു. ഇന്ന് പുലർച്ചെ 5:30യോടെ ക്ഷേത്ര ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിപാട് കൌണ്ടറിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിട്ടുള്ളത്. ഇതിനുള്ളിലെ സ്ട്രോങ് റൂമിന്റെ ഷട്ടറും തകർത്തിട്ടുണ്ട്. 2 ലോക്കറുകളിലായാണ് പണവും സ്വർണ്ണാഭരണങ്ങളും സൂക്ഷിച്ചിരുന്നത്. ക്ഷേത്രക്കുളം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ജോലികൾ നടക്കുന്നതിനാലാണ് ഓഫീസിൽ പണം സൂക്ഷിച്ചിരുന്നത്. ഗുരുവായൂർ ACP V. സുരേഷ്, SI U. മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി. മോഷ്ടാക്കൾ എത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ. ക്ഷേത്രവുമായി അടുത്തറിയാവുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. ക്ഷേത്ര ജീവനക്കാരൻ കേശവദാസ് ചൊവ്വാഴ്ച രാത്രി 7:30യോടെയാണ് വഴിപാട് കൌണ്ടർ പൂട്ടിപ്പോയത്. ഇന്ന് രാവിലെ 5:45-ന് ഇയാൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കനത്ത സുരക്ഷയിൽ ലോക്കർ സംവിധാനം ഉള്ളതിനാൽ ക്ഷേത്രത്തിൽ CCTV ക്യാമറ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഭാരവാഹികൾ ആലോചിച്ചിട്ടേയില്ലായിരുന്നു. 20 വർഷം മുമ്പ് ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടന്നതിനു ശേഷം ആഴ്ചയിൽ ഭണ്ഡാരം തുറക്കാറുണ്ട്. ഇത് കൃത്യമായി അറിയുന്നതുകൊണ്ടായിരിക്കണം ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള 8 ഭണ്ഡാരങ്ങൾ ഒന്നും തന്നെ മോഷ്ടാക്കൾ തൊട്ടിട്ടില്ല. ക്ഷേത്രത്തിനകത്തും പ്രവേശിച്ചിട്ടില്ല. മതിൽക്കെട്ടിൽ ഇരുമ്പാണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. വഴിപാട് കൌണ്ടറിന് പുറകിലായി 1.5 അടി നീളത്തിൽ ആണികൾ നേരത്തെ നീക്കം ചെയ്തിരുന്നു. തൊട്ടടുത്ത വീട്ടുമതിൽ ചാടിക്കടന്ന് ഇരുമ്പാണികൾ ഇല്ലാത്ത മതിൽ വഴിയാണ് മോഷ്ടാക്കൾ ക്ഷേത്രവളപ്പിൽ കടന്നിട്ടുള്ളത്. വഴിപാട് കൌണ്ടറിന് പുറകിലൂടെ എത്തി താഴത്തേക്കാവിന് മുന്നിലുള്ള ബൾബ് അഴിച്ചുമാറ്റി ക്ഷേത്രാങ്കണത്തിലെ മറ്റ് ബോർഡുകളുടെയെല്ലാം സ്വിച്ചുകളും ഓഫാക്കി താഴത്തേക്കാവിന് മുന്നിലുള്ള ബൾബിന്റെ സ്വിച്ച് മാത്രം വഴിപാട് കൌണ്ടറിനകത്തായിരുന്നു. തുടർന്ന് കോൺക്രീറ്റ് കഷണം ഉപയോഗിച്ച് വഴിപാട് കൌണ്ടറിന്റെ പ്രധാന വാതിൽ തള്ളി തുറന്നിരിക്കുകയാണ്. പൂട്ടിന് യാതൊരു കേടുപാടും സംഭവിച്ചിരുന്നില്ല. ശക്തിയായ തള്ളലിൽ അകത്തെ ടവർ ബോൾട്ട് ഇളകി വാതിൽ തുറക്കുകയായിരുന്നു. തുടർന്ന് സെന്റർ ലോക്കുള്ള ഷട്ടർ ഒരാൾക്ക് കടക്കാൻ പാകത്തിൽ ഇളക്കി മാറ്റി. ഇതിനു പുറകിലെ മരത്തിന്റെ വാതിലും തകർത്താണ് മോഷ്ടാക്കൾ സ്ട്രോങ് റൂമിൽ കയറിയത്. 2 അലമാരകളുടെയും ചുമരിൽ സ്ഥാപിച്ചിട്ടുള്ള ലോക്കറിന്റെയും പൂട്ടുകൾ തകർത്തിട്ടുണ്ട്. പണം പ്രധാന അലമാരയുടെ ലോക്കറിലും സ്വർണം ചുമരിലെ ലോക്കറിലുമാണ് സൂക്ഷിച്ചിരുന്നത്. സാധാരണ 1-2 ദിവസത്തെ വഴിപാട് പണം മാത്രമാണ് ഇവിടെ സൂക്ഷിക്കാറ്. എന്നാൽ ക്ഷേത്രക്കുള നിർമ്മാണം നടക്കുന്നതിനാലും ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ളതിനാലും ഏതാനും മാസങ്ങളായി പണം ഇവിടെയാണ് സൂക്ഷിക്കാറ്. കൃത്യമായി രേഖയുള്ള 1,20,000 രൂപയും 2 ദിവസത്തെ വഴിപാട് പണവുമടക്കം 1.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. അവിടെ ഞാൻ ഉടനെ തന്നെ ഇവിടെ വന്നു നോക്കുമ്പോൾ ഓഫീസിന്റെ വാതില് പൊളിഞ്ഞെടുക്കുന്നുണ്ട്. ഓഫീസിന്റെ ഉള്ളിലുള്ള സ്ട്രോങ് റൂം പൊളിച്ച നില ഷട്ടർ, അത് സെൻട്രൽ ലോക്കുള്ള ഷട്ടറാണ്. അത് ഷട്ടറിന്റെ അടിഭാഗം കട്ട് ചെയ്യാതെ മോൾ ഭാഗം പൊളിച്ച് ഉള്ളിൽ കടന്ന് അളമാരിയിൽ പൂട്ടി സൂക്ഷിച്ചിരുന്ന പണവും അത് ഓഫീസിന്റെ സ്ട്രോങ് റൂമിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ലോക്കറിൽ വെച്ചിരുന്ന സ്വർണവും നഷ്ടപ്പെട്ടതായിട്ട് കണ്ടു. ഭഗവതിമാർക്ക് ചാർത്താനുള്ള ആഭരണങ്ങളാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്. ഏകദേശം 1,20,000 രൂപയും 7 പവനോളം സ്വർണവുമാണ് നഷ്ടപ്പെട്ടുള്ളത്. ഭഗവതിക്ക് ചാർത്താനുള്ള 3 മാല, ഗണപതിക്കും അയ്യപ്പനും തൊടിയിക്കാനുള്ള 2 പൊട്ട്, അയ്യപ്പന് കഴുത്തിൽ ചാർത്താനുള്ള 1 മണി, 100ഓളം താലികൾ എന്നിവയാണ് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ. ഇവയുടെ കൃത്യമായ തൂക്കം സൂക്ഷിച്ചിട്ടില്ല.
7 പവനിലധികം വരുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികളുടെ കണക്കുകൂട്ടൽ. മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന യാതൊരു തരത്തിലുള്ള തെളിവുകളും CCTV ദൃശ്യങ്ങളോ സംഭവസ്ഥലത്തു നിന്നും പോലീസിന് ശേഖരിക്കാനായിട്ടില്ല. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ച വിരലടയാളങ്ങൾ മാത്രമാണ് നിലവിൽ പോലീസിന് തുമ്പായിട്ടുള്ളത്. സ്ട്രോങ് റൂമിനകത്ത് സൂക്ഷിച്ചിരുന്ന ഹെക്സോബ്ലേഡും വെട്ടുകത്തിയും മോഷ്ടാക്കൾ പുറത്തു കൊണ്ടുവന്നു വെച്ചിരുന്നു. സംശയമുള്ള നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തു. ടൗണിലടക്കമുള്ള CCTV ക്യാമറകൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുന്നംകുളം നഗരത്തിലെ വലിയങ്ങാടിയിൽ നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോ മറിഞ്ഞ അപകടം. ഡ്രൈവർക്ക് നിസ്സാര പരിക്ക്. കുന്നംകുളം ഭാഗത്ത് നിന്നും നടുബന്തി ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പുത്തൻപള്ളിക്ക് സമീപത്തെ തിരിവെത്തിയപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് റോഡരികിലെ കാനയുടെ സ്ലാബിലേക്ക് ഇടിച്ചു കയറിയ ഓട്ടോ റോഡിലേക്ക് മറിഞ്ഞു. വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ഇദ്ദേഹത്തെ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സയ്ക്കായി മാറ്റി. അപകടത്തെ തുടർന്ന് വലിയങ്ങാടി മേഖലയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ ചേർന്നാണ് വാഹനം റോഡിൽ നിന്നും മാറ്റിയത്. ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷനും വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന്റെ മറവിൽ വൻ രാസലഹരി വിപണനം നടത്തിവന്നിരുന്ന യുവാവിനെ റൂറൽ ജില്ലാ പോലീസ് ഡാൻസ് ഓഫ് സംഘം പിടികൂടി. മണലൂർ അയ്യപ്പൻകാവ് ദേശത്ത് മേനോത്തുപറമ്പിൽ വീട്ടിൽ ശ്രീജിലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും അന്തിക്കാട് പോലീസും ചേർന്ന് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 56 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരിമരുന്നെത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ ശ്രീജിൽ. ബാംഗ്ലൂരിലെ വിദ്യാഭ്യാസ ഏജന്റ് എന്ന വ്യാജേനയാണ് ഇയാൾ തൃശൂർ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത്. വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം തരപ്പെടുത്തി കൊടുക്കുന്നതിന്റെ പേരിൽ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം ഇവരെ ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുകയായിരുന്നു പ്രതിയുടെ രീതി. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ദിവസങ്ങളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്ന് അന്തിക്കാട് വെച്ച് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതി വലയിലായത്. ശ്രീജിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലെ പ്രതിയാണ്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ലഹരിമരുന്ന് കടത്തിന് പിന്നിൽ അന്തർസംസ്ഥാന ബന്ധമുണ്ടോ എന്നും കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇരിങ്ങാലക്കുട DYSP M സന്തോഷ് കുമാർ, നർക്കോട്ടിക് സെൽ DYSP KA അബ്ദുൾ സലാം, ചേർപ്പ് SHO KN മനോജ്, അന്തിക്കാട് SIമാരായ M സുഭാഷ്, M അഫ്സൽ, LL വിഷ്ണു, ഡാൻസ് ഓഫ് SIമാരായ P ജയകൃഷ്ണൻ, CR പ്രദീപ്, TR ഷൈൻ, സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, ASIമാരായ ലിജു ഇയാനി, AU റെജി, ES ജീവൻ, ഷിജോ തോമസ്, സീനിയർ CPOമാരായ KN സോഹൻലാൽ, സോണി സേവിയർ, CK ബിജു, KJ ഷിൻഡോ, V കൃഷ്ണദാസ്, സുർജിത്ത് സാഗർ, EA ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഏറെ നാളായുള്ള അന്വേഷണത്തിനും പരിശ്രമത്തിനും ശേഷമാണ് പ്രതി പിടിയിലായത്. പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. പ്രതിക്ക് 5 വർഷം തടവും 35,000 രൂപ പിഴയും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ തമിഴ്നാട് രാമനാഥപുരം കരിമംഗലം ഗഡു മനവയൽ ഗണേഷിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് S ലിഷ 5 വർഷം തടവിനും 35,000 രൂപ പിഴയും അടയ്ക്കാൻ ശിക്ഷിച്ചത്. 2024 സെപ്റ്റംബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. അനുജത്തിയെ കാത്ത് വീടിന്റെ മുൻവശത്തുള്ള വാതിലിന് സമീപം അതിജീവിതം നിൽക്കുന്ന സമയത്ത് സംഭാവന പിരിക്കാൻ എന്ന വ്യാജേന എത്തിയാണ് പ്രതി ലൈംഗികാതിക്രമം നടത്തിയത്. അതിജീവിത നിലവിളിച്ചപ്പോൾ അയാൾ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. തുടർന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് സഫ്ന എന്നിവർ ഹാജരായി. ഗ്രേഡ് സീനിയർ CPO മിനിമോൾ പ്രോസിക്യൂഷനെ സഹായിച്ചു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ മേളത്തോടെയുള്ള കളകാഭിഷേകം, വൈകുന്നേരം ദീപാരാധന, സമൂഹ വിഷ്ണു സഹസ്രനാമജപം, മുറജപം, വാരം, അത്താഴപൂജ എന്നിവയുണ്ടാകും. തുടർന്ന് വാരസദ്യയും നൽകും. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരാകും. കുന്നംകുളം നഗരമധ്യത്തിലെ ജവഹർ സ്ക്വയർ ബാസ്കറ്റ്ബോൾ കോർട്ട് 17 ലക്ഷം രൂപ ചെലവിൽ അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്നു. സംസ്ഥാന കായിക വകുപ്പ് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നവീകരണത്തിനുള്ള പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. നഗരത്തിലെ കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്.
യോഗത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സോമശേഖരൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു എന്നിവർ പങ്കെടുത്തു. കൂടാതെ കൗൺസിൽ കക്ഷി നേതാക്കളായ ഷാജി ആലിക്കൽ, സ്പോർട്സ് കൗൺസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർമ്മൽ, ബാസ്കറ്റ്ബോൾ പരിശീലകരായ അലക്സ്, ജോബി എന്നിവരും നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പങ്കുവച്ചു. വരും ദിവസങ്ങളിൽ തന്നെ കോർട്ടിന്റെ നവീകരണ ജോലികൾ ആരംഭിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പുത്തൻ പള്ളിയുടെ കീഴിലുള്ള പഴഞ്ഞി മൂലേപ്പാട് സ്ഥിതി ചെയ്യുന്ന ഗീവർഗീസ് സഹതയുടെ നാമത്തിലുള്ള കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. മൂലേപ്പാട് ദേശത്തേക്കുള്ള റാസ ഭക്തിഗാനത്തോടെ തുടർന്ന് ധൂപപ്രാർത്ഥനയും നേർച്ച വിളമ്പലും നടത്തി. വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂരിന്റെ നേതൃത്വത്തിൽ പ്രധാന കാർമ്മികനായി ഫാദർ സക്രിയ കൊള്ളന്നൂർ, ട്രസ്റ്റി മിൽജു സി ജേക്കബ്, സെക്രട്ടറി മെറിഷ് സക്രിയ, കൺവീനർ സോണി സക്രിയ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷനും യൂത്ത് വിംഗ് വനിതാ വിംഗും തണ്ണീർപന്തലൊരുക്കി സംഭാര വിതരണം നടത്തി. യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ വസന്തം കോർണറിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ എച്ച് അക്ബർ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരുക്കിയ തണ്ണീർപന്തലിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ ജോജി തോമസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഹീർ മഹാരാജ്, സെക്രട്ടറി ജെഫിൻ ജോണി, വനിതാ വിംഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർപേഴ്സൺ കെ രാജശ്രീ, യൂണിറ്റ് പ്രസിഡന്റ് ഫാദിയ ഷഫീർ, സെക്രട്ടറി റിസിയ ഷാഹുൽ, ട്രഷറർ രതി രാജൻ, മറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി. കുന്നംകുളം അടുപ്പുട്ടി മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന് കീഴിലെ പാമ്പാടി കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സ്മാരക ചാപ്പലിൽ ഓർമ്മ പെരുന്നാൾ ആഘോഷം നടന്നു. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരുന്നു ആഘോഷം. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാ നമസ്കാരം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, നേർച്ച വിളമ്പലും ഉണ്ടായി. ബുധനാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന, പ്രദക്ഷിണം എന്നിവയുണ്ടായി. പെരുന്നാൾ ചടങ്ങുകൾക്ക് ശേഷം പ്രഭാത ഭക്ഷണ വിതരണവും നടന്നു. ശുശ്രൂഷകൾക്ക് ഫാദർ ഉറുമ്പിൽ ജോൺ കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് തോലത്ത് കോർ എപ്പിസ്കോപ്പ, ഫാദർ ഗീവർഗീസ് എന്നിവർ സഹകാർമ്മികരായി. കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ 5-ന് നട തുറക്കൽ, ഗണപതി ഹോമം, തുടർന്ന് നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകളുമുണ്ടായി. തന്ത്രി കക്കാട് വാസുദേവൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ചുറ്റും വിളക്ക്, നിറമാല എന്നിവയുണ്ടായി. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഒരുമ കമ്മിറ്റിയുടെ നാദസ്വരം, നാട്ടുകൂട്ടം കമ്മിറ്റിയുടെ മരം കുത്തുപാട്ട്, മലർവാടിയുടെ നാദസ്വരം, കാവടി, ബ്രോസ്ലാൻഡിന്റെ ശിങ്കാരിമേളം എന്നിവയും അരങ്ങേറി. ഋഥം കമ്മിറ്റിയുടെ കലാമണ്ഡലം സൂരജിന്റെയും കലാമണ്ഡലം വിനീഷിന്റെയും നേതൃത്വത്തിൽ നടന്ന പഞ്ചാരിമേളവും പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ സർഗവനിതാ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക നൃത്ത ദിനം ആഘോഷിച്ചു. കുന്നംകുളം നന്മ ഓഫീസിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ ചെമ്പൈ ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രസന്ന ബാലൻ ഉദ്ഘാടനം ചെയ്തു. നന്മ ജില്ലാ പ്രസിഡന്റ് മനോമോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസന്ന ഉണ്ണി നൃത്തദിന സന്ദേശം നൽകി. നന്മ ജില്ലാ സെക്രട്ടറി രവി കേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. നൃത്തലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ പരിഗണിച്ച് കേരള കലാമണ്ഡലം റിട്ടയേർഡ് പ്രിൻസിപ്പൽ, കലാമണ്ഡലം പത്മിനി ടീച്ചർ, കുച്ചിപ്പുടി ഡിപ്ലോമ കോഴ്സിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ യുവ നർത്തകി ആർദ്ര എം ആനന്ദ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സർഗവനിതാ ജില്ലാ പ്രസിഡന്റ് പി എസ് ചന്ദ്രമതി, സെക്രട്ടറി ഷീലാമണി, പി കൃഷ്ണനുണ്ണി, പി കെ വിജയ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം രമാമേനോൻ, ആർദ്ര ആനന്ദ്, കുമാരി റിനീഷ്, അഭീഷ്ണ എന്നിവരുടെ നൃത്തങ്ങളും അരങ്ങേറി. കലാകാരന്മാർ, എല്ലാ വിഭാഗം കലാകാരന്മാരെയും ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഒരേ ഒരു സംഘടനയാണ് നന്മ. അതുകൊണ്ട് തന്നെയാണ് നന്മ കലാകാര ദിനത്തിന്റെ സവിശേഷത എന്ന് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത്. എങ്കിലും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ, കലാകാരികളെ അവർക്ക് വേണ്ടി പ്രത്യേക ദിനാചരണങ്ങളായിട്ട് നമ്മൾ
സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലെമ്പാടും എല്ലാ ജില്ലാ കമ്മിറ്റികളും മേഖലാ കമ്മിറ്റികൾക്ക് കീഴിൽ പോലും അന്മയുടെ ഈ ലോക നൃത്ത ദിനാചരണ പരിപാടിയുടെ ഭാഗമായി വിവിധ കുന്നംകുളം ക്രിക്കറ്റ് ക്ലബ്ബ് തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുമായി സഹകരിച്ച് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ മൈതാനത്ത് നടത്തിയിരുന്ന ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പിന്റെ ആദ്യഘട്ടം സമാപിച്ചു. സമാപന സമ്മേളനം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KCC പ്രസിഡന്റ് PS ഷാനു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി K ജോസ് പോൾ മുഖ്യാതിഥിയായി. ബോയ്സ് സ്കൂൾ പ്രധാന അധ്യാപിക ലില്ലി, KCC സെക്രട്ടറി P ആനന്ദ്, ട്രഷറർ M ശശി, ചീഫ് കോച്ച് AR സഞ്ജയ്, കോച്ച് ട്രിൻസൺ, PG സോണി, രമേശ് വർമ്മ, PS ബിജു തുടങ്ങിയവർ സംസാരിച്ചു. 40 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കോച്ചിംഗിന്റെ ഭാഗമായി സൗഹൃദ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ക്യാമ്പ് പൂർത്തിയാക്കിയ എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും ജേഴ്സിയും വിതരണം ചെയ്തു. ക്യാമ്പിന്റെ രണ്ടാം ഘട്ടം അടുത്ത മാസം തുടങ്ങും. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം മെയ് 13 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മലയാളം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുകൾ. ബന്ധപ്പെട്ട വിഷയത്തിൽ PG, B.Ed സെറ്റ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 55 32 84 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചമ്മന്നൂർ ടീം കൊമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ തണ്ണീർപന്തൽ വാക്കയിൽ അബ്ദുൾ ഖാദർ, പരത്തിവളപ്പിൽ വിജയന് ആദ്യ തണ്ണീർ ക്ലാസ് നൽകി ഉദ്ഘാടനം ചെയ്തു. ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. രാജൻ മാസ്റ്റർ, അപ്പു മാസ്റ്റർ, CPIM പുന്നേർകുളം ലോക്കൽ സെക്രട്ടറി സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,875 രൂപ, പവന് 1,11,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം. വേലൂർ ചിറ്റിലപ്പിള്ളി റപ്പായി ഭാര്യ മിനി നിര്യാതയായി. 56 വയസ്സായിരുന്നു. റെമി എന്നിവർ മക്കളാണ്. സംസ്കാരം വേലൂർ സെന്റ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. കക്കാട് മുനിമഴ പൊന്നരാശ്ശേരി അപ്പുക്കുട്ടി മകൻ മോഹനൻ നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വാതക ശ്മശാനത്തിൽ നടത്തി. ജയന്തി ഭാര്യയും ജിബിൻ മകനുമാണ്. ആൽത്തറ കിഴക്കേക്കര ഞാലിൽ പരേതനായ അച്യുതൻ ഭാര്യ ചക്കി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. ശിവരാമൻ, പരമേശ്വരൻ, പത്മിനി, അമ്മിണി, ലീല, സരസ്വതി എന്നിവർ മക്കളാണ്. ആർത്താറ്റ് കൊള്ളന്നൂർ കുര്യൻ മകൻ ജോൺസൺ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തി. കുന്നംകുളം പാറയമ്പാടം കൊങ്ങണൂർ പുതുക്കുളങ്ങര വീട്ടിൽ മാധവൻ നായർ നിര്യാതനായി. 100 വയസ്സായിരുന്നു. തങ്കമണിയമ്മയാണ് ഭാര്യ. രാജൻ, ഹരിദാസ്, ദേവി എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷത്തോളം രൂപയും നഷ്ടപ്പെട്ടു. പോലീസ് അന്വേഷണം ഊർജിതം. ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷനും വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നതിന്റെ മറവിൽ വൻ രാസലഹരി വിപണനം നടത്തി വന്നിരുന്ന യുവാവിനെ റൂറൽ ജില്ലാ പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. മണലൂർ അയ്യപ്പൻകാവ് ദേശത്ത് മേനോത്തുപറമ്പിൽ വീട്ടിൽ ശ്രീജിലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും അന്തിക്കാട് പോലീസും ചേർന്ന് പിടികൂടിയത്. പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. പ്രതിക്ക് 5 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ തമിഴ്നാട് രാമനാഥപുരം സ്വദേശി മനവയൽ ഗണേശനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് S ലീഷ 5 വർഷം തടവിനും 35,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.